ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ റഷ്യ കൂടി പങ്കെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. ഇൻ കേസ് റഷ്യ അതിൽ ഭാഗവാക്കായാൽ ഏത് രീതിയിലാകും ആ യുദ്ധം ഇനി നമ്മൾ കാണാൻ പോവുക? ഇപ്പോൾ റഷ്യ ഇറാനെ പൂർണ്ണമായും സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയപ്പെട്ട. കാരണം റഷ്യക്ക് അമേരിക്കയോട് വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ച് ട്രംപിനോട് പുടിന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു യുദ്ധം വലിയ തരത്തിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഇറാനെ സഹായിക്കാൻ റഷ്യ രംഗത്തിറങ്ങും, അത് ഉറപ്പാണ്. കാരണം ഈ ഫോർദോ, നദാൻസ്, പിന്നെ ഇഫ്ഹസാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമിച്ചപ്പോഴും നമ്മൾ ചോദിച്ച ഒരു ചോദ്യം, ഈ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെ? അപ്പോൾ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇറാന് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. ഇന്റലിജൻസ് വിഭാഗം അത്തരത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അത് റഷ്യയുടെ ഏറ്റവും അടുത്ത സ്ഥലമായ ബുഷ്കെയറിലേക്കാണ് മാറ്റിയത്. ബുഷ്കെയർ അണ്വായുധ കേന്ദ്രം അത് റഷ്യയാണ് കൈകാര്യം ചെയ്തത്, പക്ഷെ അത് ഇറാന്റേതാണ്. ഇതുവരെ ലോകത്തിന് മുന്നിൽ അത് റഷ്യയുടേതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ബുഷ്കെയർ റഷ്യയുടേതല്ല, ഇറാന്റേതാണെന്ന് മനസ്സിലായപ്പോൾ ട്രംപ് വരെ ഞെട്ടിയെന്നാണ് പറയുന്നത്. ട്രംപിന് നേരത്തെ തന്നെ അറിയാം ബുഷ്കെയർ ഇസ്രായേൽ ആക്രമിച്ചാൽ. ബുഷ്കെയർ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ആളുകളെ, ശാസ്ത്രജ്ഞന്മാരെ, പിന്നെ ഈ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇറാന് വേണ്ടി റഷ്യയാണ്. അപ്പോൾ ബുഷ്കെയർ ആണവ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചാൽ റഷ്യ ഉടൻ തന്നെ ഇറാന് വേണ്ടി ഇറങ്ങുകയും റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം എന്നതുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് തന്നെ ചാടിക്കേറി ഈ 3 അണ്വായുധ കേന്ദ്രങ്ങളും ആക്രമിച്ചത്. അപ്പോൾ ബുഷ്കെയറിനെ ആക്രമിച്ചാൽ പിന്നെയും പ്രശ്നങ്ങൾ ഒരുപാട് ഗുരുതരമാകും. കാരണം തൊട്ടടുത്ത് സൗദി, ബഹ്റൈൻ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ, ഇവിടെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഈ താവളങ്ങളൊക്കെ കയറി നേരിട്ടടിക്കാൻ ഇറാൻ തയ്യാറാകുമ്പോൾ ഒപ്പം റഷ്യയും നിൽക്കും. അത് വലിയൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. അപ്പോൾ റഷ്യ ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ അണുവായുധങ്ങൾ തരാം, നിങ്ങൾ ധൈര്യമായി അത് ഇട്ടോളൂ, അത് നിങ്ങൾ വർഷിച്ചോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ തകർക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ലോകത്തെ വലിയ ശക്തികളിൽ ഒന്നായി റഷ്യ പറയുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇറാനിനെ സംരക്ഷിക്കാൻ വേറെ ആരെങ്കിലും വേണോ? മാത്രമല്ല, ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് ഒരു അണ്വായുധം തിരിച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ ഇട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ. ഈ കിം ജോങ് ഉൻ ഇപ്പൊ പറയുകയാണ്, അമേരിക്കയോട് പോയി പണി നോക്കാൻ പറ, നിങ്ങൾക്ക് എത്ര അണ്വായുധം വേണമെങ്കിലും ഞാൻ തരാം, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, എന്തിനും തയ്യാർ, ഇറാനെ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഉത്തര കൊറിയയെ കുറിച്ച് നമുക്കറിയാം. ഉത്തര കൊറിയയിലെ ഭരണാധികാരി എന്ന് പറയുന്നത് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത മനുഷ്യനാണ്. കാരണം അങ്ങേർക്ക് ആരെങ്കിലും തൂക്കിക്കൊള്ളണമെന്ന് തോന്നിയാൽ അവിടെ കാര്യങ്ങളും ചിന്തയൊന്നുമില്ല, അപ്പൊ തന്നെ തൂക്കിലേറ്റും. നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന വിചിത്രമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ലാത്ത വീടുകൾ കത്തിച്ചു കളയുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഇടുന്ന ചുവന്ന ലിപ്സ്റ്റിക്ക് മറ്റാരും ഇടാൻ പാടില്ല. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അപ്പോൾ തന്നെ അവർക്ക് തൂക്കുകയറാണ്. മാത്രമല്ല, ഉത്തര കൊറിയ എന്നുള്ള ഒരു കാര്യങ്ങൾ ഇന്ന് വരെ ലോകത്തുള്ള ആർക്കും അറിയില്ല. കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചും പുറം ലോകത്തിന് പോലും അറിയാത്ത ഇങ്ങനെ ഒരു കവചം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. ആ ഉത്തര കൊറിയ, അതായത് ഇദ്ദേഹത്തിന് ഈ ചില നിരീക്ഷകർ പറയുന്നത് അണുവായുധം ഇട്ട് ഇങ്ങനെ അമ്മാനമാടി കളിക്കുന്ന ആളാണ് ഈ കിം ജോങ് ഉൻ എന്നാണ് പറയുന്നത്. വെറുതെ പന്ത് കളിക്കുമ്പോഴേക്ക് ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് രസത്തിനാണ് പറയുന്നതെങ്കിലും അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾക്ക് ട്രംപിനെ കണ്ണിനടുത്ത് കാണാൻ പാടില്ല ഈ കിം ജോങ് ഉന്നിന്. അപ്പോൾ ഇയാൾ ഇറാനോട് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അമേരിക്കയിലേക്ക് അണുവായുധം ഉപയോഗിക്കാം. അമേരിക്കയാണ് ഇവരുടെ ശത്രു, ഇസ്രായേലിനപ്പുറം അമേരിക്കയാണ് ശത്രു. അപ്പോ ആ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി കയറി അടിച്ചപ്പോൾ ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ട് റഷ്യയും ഉത്തര കൊറിയയും പറയാണ്, ഞങ്ങൾ അമേരിക്കയെ തീർക്കാം ഇറാന് വേണ്ടി. അപ്പോൾ സംഘർഷങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതിനിടയ്ക്കാണ്
ഇറാന്റെ പ്രസിഡന്റ് മോദിയെ വിളിച്ചതും 45 മിനിറ്റ് സംസാരിച്ചതും ഗൗരവപരമായ കാര്യങ്ങൾ സംസാരിച്ചു. മോദി അത് കേട്ടു. മോദി എക്സിൽ കുറിച്ചു, സമാധാനപരമായ ഒരു നീക്കത്തിന് ഇസ്രായേലും ഇറാനും തയ്യാറാകണം, അതിനുവേണ്ടി മധ്യസ്ഥത നിൽക്കാൻ, അങ്ങനെയാണ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് ചെയ്യും എന്ന കൃത്യമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് മാത്രമേ ഇനി ഇതിൽ നിന്ന് ഇരു രാജ്യങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. റഷ്യയോട് പോലും പറയുന്നതിന് മുൻപ് ഇറാൻ പ്രസിഡന്റ് മോദിയെ വിളിച്ച് 45 മിനിറ്റ് സംസാരിച്ചു. കാരണം നമ്മളുമായി ഏറ്റവും കൂടുതൽ എണ്ണ വ്യാപാരം ചെയ്യുന്നത് ഇറാനാണ്. നമുക്ക് വേണ്ടി ആർക്കും തുറന്നു കൊടുക്കാത്ത വ്യോമപാത ഇറാൻ ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഈ യുദ്ധ സാഹചര്യത്തിൽ അവർക്ക് അവിടെ നിൽക്കാൻ ഭയമാണ്, അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം. മറ്റൊരാൾക്കും റൺവേ തുറന്നു കൊടുക്കാത്ത ഇറാൻ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 91 പേരിലധികം ആളുകളെ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം ബന്ധം ഇറാനും ഇന്ത്യയും തമ്മിലുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇത്തരത്തിലൊരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായാൽ, അത് നൊബേൽ സമ്മാനത്തിന് വേണ്ടിയല്ല ഇന്ത്യ അത്തരത്തിലൊരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകുന്നത്. ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇസ്രായേലും ഇറാനും തമ്മിൽ സൗഹൃദപരമായി പോകണം. നിങ്ങൾക്ക് സൗഹൃദപരമായി പോകാൻ കഴിയില്ലെങ്കിൽ പോലും സമാധാനം ലോകത്തിനുണ്ടാകണം. അതിന് നിങ്ങൾ മിണ്ടിയില്ലെങ്കിലും സാരമില്ല, ഇവിടുത്തെ സിവിലിയൻസിനും അവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ സമാധാനം വേണം, അതിന് യുദ്ധം അവസാനിപ്പിക്കണം. ട്രംപിന്റെ ലക്ഷ്യം എന്താണ്? ട്രംപ് പറയുന്നത് ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യമാണ് ഇറാൻ, അതുകൊണ്ട് ഇറാനെതിരെ ഏത് നിലപാടെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ ട്രംപ് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ സേനാ മേധാവി അസീം മുനീറിനെ വിളിച്ച് ചോറ് കൊടുത്തിരിക്കുന്നു. അപ്പോ ഇരട്ട നിലപാടല്ലേ, ഇരട്ടത്താപ്പല്ലേ ട്രംപ് സ്വീകരിക്കുന്നത്? ഇവിടെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നു എന്ന് പറയുന്നു, അവിടെ ഭീകരവാദികളെ വിളിച്ച് പാല് കൊടുക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആ നിലപാട് ഇന്ത്യ സ്വീകരിക്കും. ഇനി റഷ്യയും ഉത്തര കൊറിയയും ഇതിനു വേണ്ടി മുന്നിട്ടാൽ, റഷ്യയുമായി നമുക്ക് ആയുധ കച്ചവടമുണ്ട്, ആയുധങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും പുടിനോട് സംസാരിച്ചാൽ, മോദി പുടിനുമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥത വയ്ക്കാൻ പുടിനും തയ്യാറാവും. ഉത്തര കൊറിയയുമായി സംസാരിച്ചാലും ഉത്തര കൊറിയയും തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോ മോദി വിളിച്ചാൽ വരുന്ന ലോകരാജ്യത്തെ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നിരുന്നു കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇറങ്ങിയാൽ അത് തിരിച്ചടിയാവുന്നത് ട്രംപിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഈ ഇറാന്റെ ഭരണത്തെ മാറ്റണം. അതായത് ഖമനേയി എന്ന് പറയുന്ന മത നേതാവിന്റെ ഭരണം മാറ്റിയിട്ട് പഴയ രാജഭരണം കൊണ്ടുവരണം. അതിലൂടെ ജനാധിപത്യ ഭരണത്തിലേക്ക് ഇറാൻ നീങ്ങണം. ഇതാണ് ഇസ്രായേലിന്റെയും ട്രംപ് പറയുന്ന തീരുമാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണ നടപടിയിൽ നിന്ന് പിന്മാറുകയും വേണം. ആ ഉടമ്പടിയിൽ നിർവ്യാപന ഉടമ്പടിയിൽ ഇവർ ഒപ്പുവയ്ക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യത്തിന് ഇറാൻ വഴങ്ങുമോ എന്നുള്ളതാണ്. കാരണം ഇന്ന് വരെ ക്ലസ്റ്റർ ബോംബുകൾ ആരും ഒരു യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം, വിടുമ്പോൾ ഒന്നും കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ വരെയുണ്ട്. അതുപോലത്തതാണ് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ ബോംബുകൾ അടക്കം ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇറാന്റെ ആവനാഴിയിൽ ഇനിയും വലിയ തരത്തിലുള്ള, വലിയ തോതിലുള്ള, വലിയ വിനാശം ഉണ്ടാക്കാൻ കഴിവുള്ള യുദ്ധങ്ങൾ, യുദ്ധക്കോപ്പുകൾ, യുദ്ധവിമാനങ്ങൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അത് ലോകത്തിന് തന്നെ വലിയ വിനാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോ ഇറാനിലെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനേയിയെ തീർത്തു കഴിഞ്ഞാൽ അത് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങളിൽ എത്തിക്കും. കാരണം ഈ ആയത്തുള്ള അൽ ഖമേനിയെ പിന്താങ്ങുന്ന കുറെ ആളുകൾ ഇറാനിലുണ്ട്. അവർ കയറി വേറൊരു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമായ ഒരു കലഹം ഉണ്ടാക്കാം, അത് രാജ്യത്തിന് പുറത്തേക്ക് വരാം, പിന്നീട് അത് മതത്തിന്റെ പേരിലുള്ള കലാപങ്ങളിലേക്ക് വരെ വേണമെങ്കിൽ അത് മാറാം. കാരണം ഒരു ഭാഗത്ത് ജൂതന്മാരും മറുഭാഗത്ത് മുസ്ലിങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേറൊരു തലത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇത് വിനാശത്തിലേക്കേ പോകൂ. ആ വിനാശം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം നേരെ കയറി ഞങ്ങൾ ഇതാ വലിയ സംഭവമാണ്, ഞങ്ങളുടെ കയ്യിൽ B2 ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള എന്താ പറയുക യുദ്ധക്കോപ്പുകളുണ്ട്, ഞങ്ങൾക്ക് ഇറാനെ പുഷ്പം പോലെ പറിച്ചു കളയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ വലിയ ആളാകാനായി ഒരു ദിവസം കയറി ഇറാനെ അങ്ങ് അടിക്കുകയാണ്, ഇസ്രായേൽ പോലും അറിയാതെ.
സ്വാഭാവികമായും അത്തരത്തിലൊരു നീക്കം ഇറാനിൽ സംഭവിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇറാനൊപ്പം നിൽക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അതിന് വഴിയൊരുക്കിയത് ആരാണ്? ട്രംപ്. അപ്പൊ ഇസ്രായേലിനെ ചതിച്ചത് ആരാണ്? ട്രംപ് ഇസ്രായേലിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാവുന്നില്ല ഇസ്രായേലിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ റഷ്യയും ഉത്തര കൊറിയയും ഒന്നിച്ചിറങ്ങിയാൽ അത് ലോകത്തൊരു മൂന്നാം ലോക മഹായുദ്ധം മാത്രമല്ല, ഒരു പരിധിവരെ ഉത്തര കൊറിയ അണുവായുധം ഉപയോഗിക്കാൻ വരെ മടിയില്ലാത്ത ഒരു രാജ്യമായി നിലകൊള്ളുന്ന സ്ഥിതിക്ക് അത്തരത്തിലൊരു നീക്കം ഉത്തര കൊറിയയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ലോകത്തിന് തന്നെ വിനാശമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.